ലോകത്തിൻ്റെ ഏത് ഓണം കയറാ മൂലയിലുള്ളവരും അവിടെ എത്തണം എന്ന് പരിശുദ്ധ റബ്ബിൻ്റെ കൽപ്പനയാണ്. അതാണ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിൻ്റെ ഏതൊക്കെയോ കുഗ്രാമങ്ങളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ മൃഗങ്ങളുടെ മുകളിൽ യാത്ര ചെയ്തിട്ടെങ്കിലും അങ്ങയുടെ വിളിക്കുത്തരം നൽകിയ ആളുകൾ ഹജ്ജിന് വരും ഇബ്രാഹിം നബിയെ. അപ്പോൾ ആ ഹജ്ജിന് അവരൊക്കെ പ്രൗഢിയോടുകൂടെ യാത്രയാക്കുമ്പോൾ തന്നെ ഈ ചരിത്രപരമായ പോരിശകൾ അവരെ പറഞ്ഞേക്കുന്ന, അവർക്ക് ഫെയർവെൽ ഫംഗ്ഷൻ കൊടുക്കുന്ന നമുക്ക് വേണം. ഹജ്ജ് കഴിഞ്ഞ് അവർ വരുമ്പോൾ അവർക്ക് വെൽക്കം പാർട്ടി കൊടുക്കുന്ന നമുക്ക് വേണം. അപ്പോഴാണ് ഹജ്ജിൻ്റെ ഒരു ആത്മാവ് ഹജ്ജിന് പങ്കെടുക്കാത്തവരിൽ പോലും കുടികൊള്ളുക. ചെരുപ്പ് കുത്തിയുടെ ഹജ്ജ് സ്വീകരിച്ച റബ്ബ നമ്മളെ റബ്ബ്. ഫിസിക്കലി ആളവിടെ പോയിട്ടില്ല, ആളെ അറ്റൻഷൻ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ പണ്ഡിതന്മാർ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞു ചെരുപ്പ് കുത്തിക്കും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മനസ്സുകൊണ്ട് തീർത്ഥാടനം നടത്താൻ കൂടി ഹജ്ജിൻ്റെ വേളയിൽ നമുക്കൊക്കെ സാധ്യമാകണം. ഹജ്ജ് രാവിൻ്റെ ദിവസങ്ങളിലൊക്കെ അപ്പം ചുട്ട് അല്ലെങ്കിൽ നോമ്പെടുത്ത് അതിനോട് കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീട്ടിലതൊരു ചർച്ചയാവാൻ. ഹജ്ജ് രാവാണ്, അറഫാൻ്റെ ദിവസമാണ്. ഹജ്ജാജിമാർ പരിശുദ്ധമായിരിക്കുന്ന പുണ്യസ്ഥലങ്ങളിൽ പോയി തമ്പടിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്ന സന്ദർഭമാണ് അല്ലേ? ഹജ്ജൊരു വികാരമാണ്, തീർത്ഥാടനം, ദേശാടനം എന്നൊക്കെ പറയണ മാതിരി. ദേശാടനം എന്ന് പറഞ്ഞാൽ ദേശങ്ങൾ താണ്ടി പോകുന്ന ഒരു യാത്രയാണ് ദേശാടനം. പക്ഷെ അത് തീർത്ഥം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അതിൻ്റെ താല്പര്യം എന്താണ്? ശുദ്ധം. ഇറ്റ് ഈസ് വെരി പ്യൂർ ആണ്, അത് പരിശുദ്ധമാണ്. അങ്ങനെ തീർത്ഥാടനമാണ്. സാധാരണ ഒരു ദേശാടനമല്ല ഹജ്ജിൻ്റെ യാത്ര, അത് തീർത്ഥാടനമാണ്. അത് പരിശുദ്ധിയുള്ള ഒരു യാത്രയാണ്. സംസം വെള്ളം സാധാരണ ഒരു ജലമല്ല, അത് തീർത്ഥജലമാണ്. അത് പരിശുദ്ധിയുള്ള ഒരു ജലധാരയാണ്. അങ്ങനെ തീർത്ഥമാണ് ഹജ്ജ് എന്ന് പറയുന്നത്, വിശുദ്ധിയാണ് എന്നർത്ഥം. ആ ഹജ്ജിൻ്റെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ദുൽമ ചെയ്യാൻ പാടില്ല. ആ 4 മാസങ്ങൾ ഇസ്ലാമിൽ പരമപരിശുദ്ധമാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോൾ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ അള്ളാഹു ഖുർആനിൽ തന്നെ സത്യം പറഞ്ഞ ദിവസങ്ങളാണ്. ഖുർആനിൽ അള്ളാഹു ഒരു സ്ഥലത്തിൻ്റെയോ ഒരു മാസത്തിൻ്റെയോ ഒരു ദിവസത്തിൻ്റെയോ ഒരു ചരിത്രത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സംഭവത്തിൻ്റെയോ ഒക്കെ പശ്ചാത്തലം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഭൂമിയിൽ തന്നെ പ്രത്യേകതയുണ്ട്. കാരണം അത് ചരിത്രകാരന്മാർ എണ്ണിത്തിട്ടപ്പെടുത്തിയതല്ല, അത് അള്ളാഹു അവൻ്റെ അസലിയായ കലാമ് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഖുർആനിൽ ഇടം നേടുക എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഖുർആനിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ അല്ലേ? ആ 10 ദിവസങ്ങളുടെ സംഭവ വികാസങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് വസമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد. എല്ലാം പറയാൻ അല്ലേ? ജബാബിർ, പഴയകാലത്തെ അഹങ്കാരികൾക്കുണ്ടായ പതനത്തെയാണ് ഈ വൽ ഫജ്ർ എന്ന സൂറത്തിലൂടെ അള്ളാഹു നമ്മളെ മുമ്പിൽ വിശദീകരിക്കുന്നത്. ഹജ്ജ് ഒരു മനുഷ്യന് വളരെ മുച്ചൂടും പരിശുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യാനുള്ള ഒരു സുവർണ നിമിഷമാണ്. എല്ലാം അതാണ് ഹജ്ജ്. ലൈസ ലിൽ ഹജ്ജിൽ മബ്റൂർ ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ വേറെ പ്രതിഫലമില്ല. വേറെ പ്രതിഫലം പഠിച്ചവന് കൊടുക്കാനുള്ളത് സ്വർഗമാണ്. അപ്പം ഹജ്ജായവൻ സ്വർഗസ്ഥനാണ് എന്നത് അവിതർക്കിതമായൊരു കാര്യമാണ്. എങ്ങനെ ഹജ്ജ് മബ്റൂറായാൽ? ശുദ്ധ നബിയോട് ചോദിക്കുന്നുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ മബ്റൂറും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാവാൻ നിങ്ങൾ ദ്വാരക്കണം അല്ലേ? എന്നിട്ട് നമ്മൾ തന്നെ ദ്വാരക്കും ഹജ്ജം മബ്റൂറ. എന്താ ഈ മബ്റൂറായ ഹജ്ജ്? ഹജ്ജ് മബ്റൂറാകാനുള്ള ഒന്നാമത്തെ കാരണം ഹുസ്നുൽ ഖുൽഖാണത്രേ, സ്വഭാവമാണ്. ഹജ്ജിലൊന്നും ചെല്ലല്ലോ. ഹജ്ജിൻ്റെ വേളയിലോ ഉംറയുടെ വേളയിലോ ഒരു മനുഷ്യൻ നിർബന്ധമായും അധരങ്ങളെ കൊണ്ട് മൊഴിയാൻ ഒരു വാക്ക്, ഒരു ഹർഫ് പോലും ഇല്ലല്ലോ. ഫുള്ള് ചെയ്യലാണ്, ആക്ടിവിറ്റീസാണ്. അപ്പോൾ അവിടെ നന്നായി അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു വീട്ടിൽ തന്നെ 3 ആളുണ്ടെങ്കിൽ 3 ആൾക്കും 3 തരം ഭക്ഷണം. ഒരാൾക്ക് ഉപ്പ് കുറഞ്ഞത്, ഒരാൾക്ക് പൊരിച്ചത്, ആ പൊരി തന്നെ കൂടുതലായത്, മറ്റേ ആൾക്ക് കൂടുതലാവാത്തത്. എന്തൊക്കെ ടേസ്റ്റുകളാണ്, എന്തൊക്കെ അഭിരുചികളാണ്. അതിനൊരു മാതാവ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കംഫർട്ട് സോണിലായിരിക്കും പല ആൾക്കാരും.
പ്രത്യേകിച്ച് മഹലിലൊന്നും വിട്ടു പോയിട്ടുണ്ടാകില്ല. രാത്രി വീട്ടിലേക്ക് വരിക, കുറച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇറങ്ങുക. അവർക്ക് കംഫർട്ടായിരിക്കും, വാഷ്റൂം കംഫർട്ടായിരിക്കും, സിറ്റ് ഔട്ട് കംഫർട്ടായിരിക്കും, വീട്ടിലെ വ്യക്തികൾ കംഫർട്ടായിരിക്കും, അവനാൻ്റെ കൺസേൺസൊക്കെ നടക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഫെസിലിറ്റീസിൻ്റെ ഇടയിൽ നിന്നാണ് ഒരാൾ ഹജ്ജിന് ഞെരുങ്ങി പുറപ്പെടുന്നത്, അല്ലേ? മിനായിൽ പോയി ടെൻറ്റിൽ കിടക്കുകയാണ്. അവിടെ നമ്മളെ മേൽവിലാസമല്ല, നമ്മളെ പത്രാസ് നമ്മളെ കൂടെ വരില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഹജ്ജ് എന്ന് പറയുന്നത് ഇപ്പം ജാബിർ സുലൈമിൻ്റെ ഈ അടുത്ത് അദ്ദേഹം രചിച്ച് മലയാളികളുടെ മുമ്പിലേക്ക് പാടിത്തന്ന പാട്ട് തന്നെ വളരെ ഹജ്ജുമായി ബന്ധപ്പെട്ട, അത് വളരെ ശ്രദ്ധേയമാണ്. വമ്പ് നടിച്ച് വിമാനം കയറിയിട്ട് ഹജ്ജിന് പോകണ്ട, ലബ്ബൈക്കെന്ന ബൈക്കുമ്മൽ കയറിയിട്ട് ഹജ്ജിന് പോയിക്കോ. ആ 2 വരിയിലെല്ലാം കിടക്കുന്നുണ്ട്. ലബ്ബൈക്ക് എന്ന് പറയുന്ന ബൈക്കുമ്മ കയറി പോയാൽ മതി, വമ്പ് നടച്ച് വിമാനം കയറിയിട്ട് ഹജ്ജിന് പോകണ്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വൈമാനിക യാത്ര തന്നെയാണ് ഹജ്ജിനുള്ളത്. പക്ഷേ ഹജ്ജ് പ്രിവിലേജും പ്രസ്റ്റീജും അല്ല. പിന്നെ അത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്നത് പത്രാസല്ല, ഫക്കീറാണെന്ന മൊഴിയാണ്. ഫക്കീറാണ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മേൽവിലാസം ഉണ്ട് എന്നുള്ളതല്ല, പത്രാസല്ല, നമ്മൾ അഡ്രസ്സല്ല. ഞാൻ ഹാജിയാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞോട്ടെ, അത് പത്രാസും മേൽവിലാസവും അല്ല. ഹജ്ജിന് അകക്കാമ്പുണ്ട് എന്നുള്ളതാണ്. ഹജ്ജൊരു മനുഷ്യന് മരണത്തെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഓരോ പുരുഷനും 2 വസ്ത്രം, ഇന്നർ വിയർ പോലുമില്ല, അല്ലേ? അകത്ത ഡ്രസ്സുകൾ പോലുമില്ല. 2 വസ്ത്രമാണ് അവൻ്റെ ആകെയുള്ള മേനിയിലുള്ളത്. ഒന്ന് ഇസാർ, അവൻ്റെ അരമുണ്ടാണ്, ഒന്ന് മേൽമുണ്ടാണ്. ഈ 2 മുണ്ടിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതിലേക്ക് ആഡ് ഓൺ ഒരു ശീല കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ മയ്യത്താണ്. എൻ്റെ യഥാർത്ഥ യാത്ര, ഈ ഹജ്ജ് യാത്രയുടെ ഓർമ്മകൾ, അതാണ് എൻ്റെ യഥാർത്ഥ യാത്ര. അതുകൊണ്ട് ഹജ്ജ് ഒരു വായിലാണ് എന്നാണ്. ഹജ്ജ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വഅദ് പറഞ്ഞു തരുന്ന ആളാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. തറക്തു ഫീക്കും വാഇളൈൻ. വിശുദ്ധ പ്രവാചക തിരുമേനി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 വഅദ് പറയുന്ന ആളുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിരാമം കുറിച്ച് വിട പറഞ്ഞു പോകുന്നത്. ആ 2 ആളുകൾ നിങ്ങളോട് വഅദ് പറഞ്ഞു തരുന്നതാണ്. നാത്തിഖൻ വസ്വാമിത. ഒരു വഅദ്കാരൻ സംസാരിക്കുന്ന വഅദ്കാരനാണ്, മറ്റൊരു വഅദ്കാരൻ മൗനം പാലിക്കുന്ന വഅദ്കാരനാണ്. ഫന്നാത്തിഖു അൽ ഖുർആൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉപേക്ഷിച്ചിട്ട് പോയ 2 വഅദ്കാർ ആരാണ്? സംസാരിക്കുന്ന വഅദ്കാരൻ അത് നിങ്ങൾ പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥമാണ്. വസ്വാമിതു അൽ ഹജ്ജ്. മൗനിയായ വഅദ് അത് തീർത്ഥാടനമാണ്, അള്ളാഹുവിലേക്കുള്ള തീർത്ഥാടനം. ഹജ്ജ് ശരിക്കും റബ്ബുക്കുള്ള തീർത്ഥാടനമാണല്ലോ, അല്ലേ? നാഥനിലേക്കുള്ള തീർത്ഥാടനമാണ്. അതുകൊണ്ട് മരണത്തെ ഓർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മരണത്തെ ഓർക്കണം എന്നാ. ഈ 2 ഡ്രസ്സിലേക്ക് ഒരു ഡ്രസ്സ് കൂടിയാണ്ട് കൂട്ടിയാൽ പിന്നെ ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്, പരലോകത്തെ മഹ്ശറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മിനായിൽ പോയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അത് മഹ്ശറാണ് എന്നാണ്. മിന ഖബറാണ് എന്നാണ്. മിനായിൽ പോയിട്ട് ഇങ്ങനെ വീതി കുറഞ്ഞ ബെഡിൻ്റെ മുകളിൽ പല ആൾക്കാരും, പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, എൻ്റെ അപ്പുറത്തെ ഖബറാളി ആരാൻ, ഇപ്പുറത്തെ ഖബറാളി ആരാൻ, ഞെരുങ്ങിക്കിടക്കാൻ, ഞെരുങ്ങിയൊരു ടെൻറ്റിൻ്റെ ഉള്ളിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ കിടക്കാൻ. അത് ഖബർ ബോധ്യപ്പെടുത്താൻ. അത് കഴിഞ്ഞ് അറഫാത്തിലേക്ക് പോകുമ്പോൾ അറഫ കുന്നിൻ്റെ മുകളിൽ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതുകൊണ്ട് അറഫയിൽ ആ ഒരു കുറഞ്ഞ പീരീഡ് ഉണ്ടല്ലോ, ആരും ഇടവും വലവും നോക്കൂല. എൻ്റെ കണ്ണീരാരെങ്കിലും കാണുമോ എന്നുള്ള ആലസ്യമോ അല്ലെങ്കിൽ അമാന്തതയോ ഒരാൾക്കുണ്ടാകൂല. കാരണം അറഫയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അയാൾക്ക് കൊടുക്കാതിരുന്നിട്ടില്ല. ഇബ്ലീസ് 2 പ്രാവശ്യം മുഖത്തേക്ക് മണ്ണ് വാരിയിട്ട് നെഞ്ചത്തടിച്ച് കരയുന്നത് ഞാൻ കണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് ബദറിൻ്റെ ദിവസമാണ്. 2ാമത്തെ ദിവസം അത് അറഫയുടെ ദിവസമാണ്. അറഫയുടെ ദിവസം, ബദറിൻ്റെ ദിവസം പിന്നെ നമ്മൾ പറയണ്ട. മലായിക്കത്ത് വന്ന് ഇബ്ലീസ് എടുത്ത പണിയൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് ഒരു പ്രതീക്ഷയില്ലാതെ ന്യൂനപക്ഷങ്ങൾ വിജയശ്രീലാളിതരായി എന്നുള്ളതാണ് ബദറിൻ്റെ ഐതിഹാസികത. അറഫയുടെ ഐതിഹാസികത എന്താണ്? ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും വന്ന ആളുകൾ അള്ളാഹിനോട് കണ്ണ് കലക്കിയിട്ട് തേടിയപ്പോൾ അവരെ തേട്ടങ്ങൾക്കൊക്കെ അള്ളാഹു നിരുപാധിക ഉത്തരം കൊടുത്തു. നിങ്ങൾ അറഫയിലാണ് ചോദിക്കുന്നത്,
അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിന് ഇജാബത്തുണ്ട്. അപ്പോൾ ഇബ്ലീസ് ഒരു കൊല്ലെടുത്ത പണിയൊക്കെ വെറുതെ ആവാൻ. കാരണം അറഫയിൽ ചോദിക്കുന്നത്, ആ ആളുകളൊക്കെ ചോദിക്കുന്നത് അവനാനും വേണ്ടിയിട്ടല്ല. നമ്മളെ വളാഞ്ചേരിയിൽ നിന്ന് ഒരാൾ ഹജ്ജിനെ യാത്രയാക്കുമ്പോൾ കുടുംബക്കാരാകട്ടെ കൂട്ടുകാരാകട്ടെ കൈ പിടിച്ച് പറയണ എന്താ, ഞങ്ങൾക്ക് ദ്വാരക്കണം കേട്ടോ. അപ്പോൾ ആ ഹാജി അവിടെ പോയി പറയാണ്, വലിമൻ ഔസ്വാന ബിദ്വ, പഠിച്ചോനെ നാട്ടിൽ നിന്ന് ഞങ്ങളോട് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്ത കുറേ പാവങ്ങളുണ്ട് കേട്ടോ, ഈ അറഫയിലാണ് ഞാൻ ദ്വാരക്കണത്. ആ ദ്വായ തട്ടപ്പെടുമോ? നമ്മൾ നേടല്ലേ. ആര്? അവിടെ പോവാത്ത നമ്മൾ നേടാൻ ആരിലൂടെ? അറഫയിലുള്ള ഹാജയുടെ ദ്വായിലൂടെ. അതുകൊണ്ട് അറഫ ഒരു മൈതാനമാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഇടവും വലവും നോക്കാതെ ആരും ഒരാളെയും ശ്രദ്ധിക്കാത്ത മൈതാനം. ഇങ്ങനെ ആരെയും ശ്രദ്ധിക്കാത്തൊരു മൈതാനം നമുക്കൊക്കെ വരാനുണ്ട്. അത് മഹ്ശറയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. ആരും മൈൻഡാക്കൂല. കാരണം ലികുല്ലിംബ്രിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഓരോരുത്തരും അവരവരുടെ ബേജാറിലാണ്. ബേജാർ സ്വസ്ഥതയില്ല, അസ്വസ്ഥതയാണ്. സമാധാനമില്ല, സ്വസ്ഥതയില്ല, ബേജാറാണ്, അസ്വസ്ഥതയാണ്. ഇങ്ങനെ അറഫയിൽ ഒരു തരം അസ്വസ്ഥത ഉണ്ടാകുന്ന വികാരത്തള്ളിച്ച എൻ്റെ കണ്ണീരാരെങ്കിലും കാണുമെന്നുള്ള പേടിയല്ല. അതുകൊണ്ട് അതും മഹ്ശറയെ ബോധ്യപ്പെടുത്തുന്നു. പുണ്യനബി പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, എഴുതു അൽ മരീള, നിങ്ങളൊക്കെ നാട്ടിലുള്ള രോഗികളെ പോയി എയാത സന്ദർശിക്കണം. വത്തബിഉ അൽ ജനായിസ, എവിടെയെങ്കിലും മരണം നടന്നാൽ ജനാസയെ നിങ്ങൾ ഫോളോ ചെയ്യണം. തുദക്കിറുക്കുമുൽ ആഖിറ, ഈ രോഗിയെ കാണുന്നതും ഈ ജനാസയെ ഫോളോ ചെയ്യുന്നതും പോകുന്ന നിങ്ങൾക്ക് ആഖിറത്തിനെ റിമൈൻഡർ കോളായിട്ട്, ആഖിറത്തിനെ ഇങ്ങനെ ബോധിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി നിങ്ങളുടെ മുമ്പിൽ പരിവർത്തിപ്പിക്കപ്പെടുന്നതാണ്. പിന്നെ ഹജ്ജിന് പോകുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരല്ലേ. ഹജ്ജ് മരണശേഷമുള്ളതും അനുസ്മരിപ്പിക്കുന്നു എന്നാണ്. ഹജ്ജ് വേളയിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ ഹാജിയുടെ വിധി എന്താണ്? ഇഹ്റാമിലാണ്, മുഹരിമാണ്. അയാൾ മുഹല്ലിൽ തഹല്ലുലായ ആളല്ല, മുഹരിമാണ്. ഹജ്ജിന് ഇഹ്റാം കെട്ടിയ ഒരാൾ ഹജ്ജ് വേഷത്തിലുണ്ടാവുക. ആകുള്ളത് ഒരു അരയുടുപ്പും പിന്നൊരു മേൽമുണ്ടുമാണ്. ആ ഹജ്ജ് വേഷത്തിലുള്ള ആളെ അങ്ങനെ തന്നെ മറവ് ചെയ്യണം. അങ്ങനെ തന്നെ തല മറക്കാൻ പാടില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തല മറക്കും. സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ മുഖം മൂടും. സ്ത്രീയാണെങ്കിൽ അവിടെ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ മുഖം മൂടരുത്. പുരുഷനാണെങ്കിൽ നിങ്ങൾ തലമറക്കരുത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞങ്ങൾ അറഫയിൽ നിൽക്കുന്ന നേരത്ത് ഒരാൾ ഒട്ടകപ്പുറത്ത് ഹജ്ജിന് വന്നു. ഒട്ടകം ഒന്ന് മോട്ട് കാണിച്ചപ്പോൾ തെറിച്ചു വീണു. അയാൾ കഴുത്ത് കുത്തിയിട്ടാണ് മരുപ്പറമ്പിൽ വീണത്. കഴുത്തൊടിഞ്ഞിട്ട് അയാൾ അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പം പരിശുദ്ധ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വിദഗ്ധർ വന്നിട്ട് മരണമുറപ്പാക്കണം. മരണമുറപ്പാക്കിയതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, യഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ, ഈ ഹജ്ജ് വേളയിൽ മരണപ്പെട്ടു പോയ ഈ നല്ല മനുഷ്യനെ വെള്ളം കൊണ്ടും താളി കൊണ്ടും നിങ്ങൾ കഴുകണം. സിദ്ർ താളിയാൻ. വകഫിനൂഹു ഫീ സൗബിഹി, ആ ഉടുത്ത വസ്ത്രത്തിൽ തന്നെ അയാളെ നിങ്ങൾ കഫൻ ചെയ്യൂ. ഫലാ തമസ്സൂഹു ബിത്വീബിൻ, കുന്തിരിക്കവും കർപ്പൂരവും മയ്യത്തിൻ്റെ മുകളിൽ തെളിയിക്കും പോലെ നിങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തെളിയിക്കരുത്. കാരണം അദ്ദേഹം മുഹരിമാണ്. ഇഹ്റാമിലുള്ള ആള് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഫലാ തുഖമ്മിറൂ റഅസഹു, അയാളുടെ തല നിങ്ങൾ മറക്കരുത്. ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമ, കാരണം ആ മനുഷ്യൻ നാളെ 6 അടി മണ്ണിൽ നിന്ന് ഖിയാമത്ത് നാളിൽ എണീറ്റ് വരണം. മുലബ്ബിയാ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന രംഗമാണ്. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് നമ്മൾ നാളെ മഹ്ശറയിൽ വിചാരണക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അത് ചൊല്ലിയിട്ട് ആ ഹാജിമാരെ വേഷത്തിൽ വരും. ആരാണവർ? ഹജ്ജ് വേളയിൽ മരണപ്പെട്ടവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, അവർക്കൊക്കെ കിട്ടിയൊരു ഭാഗ്യം എത്രയാണ്. ഹിസാബ് പോലുമില്ല, ഹിസാബ്. നമ്മൾ പഴയ കാരണന്മാരൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ, ഉസ്താദുമാരെ വയല് കേട്ടിട്ട് അവിടെ പോയി മരണം ഒരാൾ ആഗ്രഹിക്കാൻ പറ്റൂല.
ഒരാൾ മരണം ആഗ്രഹിക്കാൻ പറ്റൂല. പക്ഷെ കപ്പലിലൊക്കെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ, ചില മനുഷ്യന്മാർ നെയ്യത്ത് പോലെ അവിടെ പോയി ഹജ്ജ് വേളയിലൊക്കെ മരിച്ചു പോകാറുണ്ട്. അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്. അവരൊക്കെ ഇതിൻ്റെ പോരിശ മനസ്സിലാക്കിയിട്ടാണല്ലോ. മൻ ഖറജ മിൻ ബൈത്തിഹി, റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇനി ഇഹ്റാമിൽ എന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ഇറങ്ങി, ഹാജൻ ഔ മുഅ്തമിറ, ഹജ്ജിന് വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഫമാത്ത, അങ്ങനെ മരിച്ചു. മിനിയാന്ന് പത്രത്തിൽ കണ്ടു, ഇന്തോനേഷ്യയിലെ ഒരു യുവതി ഹജ്ജിന് വേണ്ടി ആ ഫ്ലൈറ്റിൽ മുഴുവൻ ഇന്തോനേഷ്യക്കാരായ ഹാജിമാരാണ്. അവർ തൽബിയത്ത് ചൊല്ലുന്നു, അവർ ദിക്ർ ചൊല്ലുന്നു. പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടാകുന്നു, മരിക്കുന്നു. ആ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ മരണം സ്ഥിരീകരിക്കുന്നു. ഭർത്താവിനെ കൺവിൻസ് ചെയ്യിക്കുന്നു. ഒരു ശീലയിൽ പൊതിഞ്ഞ് ആ ഫ്ലൈറ്റിൻ്റെ സീറ്റുകൾക്കിടയിൽ ആ സഹോദരിയെ കിടത്തുന്നു. അവരെല്ലാവരും പിന്നെ ദ്വാരക്കാൻ. ആ സ്ത്രീയെപ്പറ്റി കൂടിയാണ് ഈ ഹദീത്ത് പരിശുദ്ധ നബി പറഞ്ഞത്. ആ സഹോദരി ഇപ്പോൾ ഇഹ്റാം കെട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ഹജ്ജിന് പുറപ്പെട്ട യാത്രയിലാണ് മരിച്ചത്. ഉജ്രിയ ലഹു അജ്റുൽ ഹാജി വൽ മുഅ്തമിർ, ആ മനുഷ്യനും ആ പെണ്ണിനും ഹജ്ജ് ചെയ്തവൻ്റെ ഉംറ ചെയ്തവൻ്റെ കൂലി ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം നീയത്ത് ആ യാത്രയിൽ എന്തിനു വേണ്ടിയുള്ള നീയത്താണ്. യാ അല്ലാഹ്. വമൻ മാത മിൻ അഹദിൽ ഹറമൈൻ, ഇനി ഒരാൾ മരിച്ചത് ഹറമിൻ്റെ ഉള്ളിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഹറമിൻ്റെ പരിധിയിൽ വെച്ചാണ്. അത് മക്കത്തെ ഹറമാവാം, മദീനയിലെ ഹറമാവാം. ലൻ യുഹാസബ്, അങ്ങനെ ഇരു ഹറമുകളിൽ വെച്ച് മരണപ്പെട്ട ഒരാൾക്ക് നാളെ മഹ്ശറയിൽ ഹിസാബില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പേടിച്ച് നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഖീല ലഹു, അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് ഹറമുകളിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യനോട് മഹ്ശറയിൽ വെച്ച് പറയാണ്, ഉദ്ഖുലുൽ ജന്ന, വേഗം ഓടിക്കോ, എനിക്ക് ഹിസാബില്ല. സ്വർഗത്ത് ആ രംഗൊന്ന് ചിന്തിക്കൂ എൻ്റെ സഹോദരങ്ങളെ. നിനക്ക് ഹിസാബില്ല, നീ പൊയ്ക്കോ. ആ വ്യക്തി പോണ പോക്ക് നോക്ക് നിങ്ങൾ. ആയിഷ ബീവി ഖുർആൻ്റെ ഒരു ആയത്തോതിയിട്ട് കരയാൻ. ഖാസിം റളിയല്ലാഹു അൻഹു ചില്ലാനം വാങ്ങാൻ അങ്ങാടിക്ക് പോയി തിരിച്ചു വന്നപ്പോഴും ആയിഷ ഇളയമ്മ അതേ ആയത്തോതാൻ. അപ്പോൾ ഖാസിം ചോദിക്കുകയാണ്, ഇളയമ്മ എന്താ നിങ്ങൾ ഈ ആയത്തുമ്പോൾ തന്നെ കൂടാൻ കാരണം? അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ ഖാസിമെ, ഒരു കാര്യം മനസ്സിലാക്കണം. സിറാത്ത് പാലത്തെ പറ്റി ഖുർആൻ്റെ ആയത്തിൽ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിൻ്റെ മുകളിൽ അള്ളാഹു വലിച്ചു കെട്ടിയ ഒരു പാലം അല്ലേ. അഹദ്ദു മിനസ് സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പെണ്ണിൻ്റെ നേരിയ മുടിയുടെ അത്ര കട്ടി മാത്രമുള്ള ആ പാലം കടന്ന് പോകണ്ടേ? പക്ഷെ ഉളുഹിയത്തറുത്ത ആൾക്കാർക്ക് അവിടെ ഒരു കടവ് വഞ്ചിയുണ്ട്, കടത്തു തോണിയുണ്ട്. ഏതാണത്? ഹജ്ജിൻ്റെ സീസണിൽ ഉളുഹിയത്തറുക്കുന്ന ആൾക്കാർക്ക്. അള്ളിമൂ ലഹായാക്കും, ഉളുഹിയത്തറുക്കുന്നവരെ, നിങ്ങൾ ഉളുഹിയത്തിന് വേണ്ടി തയ്യാറാക്കിയ നിങ്ങളുടെ മൃഗങ്ങളെ, ആടുമാടുകളെ നിങ്ങൾ മറ്റു മൃഗങ്ങളെ പോലെ കാണരുതേ. അവയെ നിങ്ങൾ ആദരിക്കണേ, അവക്ക് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കണേ. എന്താണ് കാരണം? അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, ഫഇന്നഹാ അലസ്സിറാത്തി മത്വായാക്കും, സിറാത്ത് എന്ന പാലത്തിൻ്റെ മുകളിൽ കാല് വെക്കാതെ സ്വർഗത്തിലേക്ക് കടക്കൂ അല്ലേ. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടത്തുകാരനുണ്ട്. അത് അല്ലാഹുവിന്റെ ഒരു പ്രവാചകൻ തന്റെ മകനെ അർപ്പണത്തിന്റെ പ്രതീകാത്മകമായിട്ട് നിങ്ങൾ അല്ലാഹുവിന് ബലി കൊടുത്തിരിക്കുന്ന മൃഗമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാജി അവിടെ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക, പുണ്യനബിയെ, അങ്ങ് അല്ലാഹുവിന് വേണ്ടി പെരുന്നാൾ നിസ്കരിക്കൂ, എന്നിട്ട് നിങ്ങൾ അറുക്കൂ അല്ലെ. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ചടങ്ങിൽ ഇബ്നു ആദം യൗമൻ നഹ്രി മിൻ അമലി അഹബ്ബ ഇലല്ലാഹി മിൻ ഇദ്റാഖി ദം. ഒരു മൃഗത്തിന്റെ ബലിയെറുക്കുന്നതിനേക്കാൾ വലിയ ഒരു പ്രവർത്തനം പെരുന്നാളിന്റെ അന്ന് നിങ്ങളാരും നിർവഹിച്ചിട്ടില്ല. നിങ്ങൾ അറുത്ത മൃഗം അതിന്റെ മനോഹരമായ കൊമ്പുമായി രോമങ്ങളുമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കടന്നു വരുന്നതാണ്. ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ദിവസം നിങ്ങൾ അറുത്ത മൃഗത്തിന്റെ ആ രക്തത്തിന്റെ പുണ്യം അല്ലാഹുവിന്റെ അടുക്കൽ എത്തുന്നതാണ്.
അത് ഭൂമിയിൽ ഉറ്റുന്നതിന്റെ മുമ്പ് റബ്ബിന്റെ അടുക്കൽ എത്തുന്നതാണ്. അതെ, ഒരു വാപ്പ ഒരു മകൻ എങ്ങനെ അറുത്തതിന്റെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരു പിതാവ് ഖലീലായി മാറാൻ, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറാൻ മകനെ അറുക്കാൻ പോവാണല്ലോ ആ വാപ്പ. അപ്പൊ ആ പിതാവ് അനുഭവിച്ചിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ടെൻഷൻ അല്ലെങ്കിലും വേദനയാണ് ആരെയും രൂപപ്പെടുത്തിയത്. വേദന മനുഷ്യനെ പാകപ്പെടുത്താനുള്ളതാണ്. ഹജ്ജ് ത്യാഗല്ലേ. ആ ആജർ ഉമ്മയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഉപ്പയും ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകനും ഒക്കെ അള്ളാന്റെ പരീക്ഷണത്തിന്റെ പാത്രങ്ങളായി ചെയ്തു കൂട്ടിയ സാഹസങ്ങളെ നമ്മൾ ഫോളോ ചെയ്യല്ലേ? അതൊരു മനാസിക്ക്, അതൊരു മനുഷ്യന്റെ ആരാധനയായി മാറില്ലേ? എന്തിനാ സഫാ മർവ കുന്നിന്റെ ഇടയിൽ നമ്മൾ ഓടുന്നത്? ഒരു ഉമ്മ ഓടിയതാണ് തന്റെ മകന് വേണ്ടി. എന്തിനാണ് നമ്മൾ മിനായിൽ പോകുന്നത്? ഒരു ബാപ്പ പോയതാണ് തന്റെ മകന്റെ കൈ പിടിച്ച്. എന്തിനാണ് നമ്മൾ ജംറക്ക് കല്ലെറിയുന്നത്? അവിടെ പിന്തിരിപ്പിക്കാൻ വന്ന ഇബ്ലീസിനെ ബാപ്പയും മകനും കല്ലെറിഞ്ഞതാണ്. അതൊരു ആരാധനയാവുക. അത് ഇലായൗമിൽ ഖിയാമ ലോകത്തെ സകല ജനങ്ങളും ഫോളോ ചെയ്യുക. അത് ശ്രദ്ധേയമായി മാറുക. ഒരു ഫാമിലി ലോകത്ത് ചർച്ച ചെയ്യപ്പെടുക. ആ ഫാമിലിയുടെ പേരാണ് ഒരു പിതാവാണ്. ഒരു സസ്യം ഇങ്ങനെ വളരണമെങ്കിൽ ആ സസ്യത്തിനല്ല, അതിന്റെ ശിഖരങ്ങളിലല്ല, അതിന്റെ പഴങ്ങളിലല്ല, അതിന്റെ ഇലകളിലല്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എവിടെയാണ്? അതിന്റെ മണ്ണിലാണ്. ആ മണ്ണിലൂടെ അതിന്റെ വേര് അതിനെ സ്വാംശീകരിക്കാൻ, ആ വേർക്ക് കൊടുക്കുമ്പോൾ അത് ഇലയിൽ കാണാം വേരൂന്നിയതിന്റെ ആഴം അറിയാം. ഇലയിൽ ഓരോ മരങ്ങളും എത്ര താഴേക്ക് പോയി എന്നുള്ളതും ഓരോ മരങ്ങളുടെ വേരിനും എത്ര പുഷ്ടി കിട്ടി എന്നുള്ളതും വേര് തൊഴന്നിട്ടല്ല നമ്മൾ നോക്കുക, ഇലയിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തുക. ഒരു കുടുംബം ഒരു വേര്, നാലായ വേര്, ഒരു കുടുംബത്തിന്റെ നാലായ വേര് ഒരു ബാപ്പ. ആ ബാപ്പക്ക് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം പ്രതീക്ഷ അസ്തമിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു മകന്, ആ മകനും ബാപ്പയും തമ്മിൽ വലിയൊരു ബോണ്ട് വരികയാണ്, അറ്റാച്ച്മെന്റ് വരികയാണ്. പിരിക്കാൻ പറ്റാത്ത അത്ര വലിയ ബന്ധം. അതിന്റെ ഇടയിൽ ഒരു സ്വപ്നം കാണാൻ, ആ മകനെ ഇങ്ങനെ കഴുത്തറുത്തിട്ട് നിങ്ങൾ തന്നെ ബലി കൊടുക്കണം. ബലിദാനമായി മുമ്പുണ്ടായിട്ടുണ്ട്. ഹാബീൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രൻ ബലി കൊടുത്തിട്ടുണ്ട് മൃഗങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി. സുലൈമാൻ നബി ബലി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പ്രവാചകന്മാരും. പക്ഷെ ഇബ്രാഹിം നബിക്കുള്ള ബലി സ്വന്തം മകനാണ്. അതൊരു സ്വപ്ന ദർശനാണ്. പ്രവാചകന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹീന് തുല്യമാണ്. ആ ബലിയിൽ ഒരു പിതാവ് രക്ഷപ്പെട്ടതിനല്ലേ നമ്മൾ മൃഗത്തെ കൊടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഉത്തരേന്ത്യയിലൊക്കെ കാണാം നമ്മൾ ഉദ്ഹിയ്യത്ത് കർമ്മങ്ങൾ അവിടെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും മുഞ്ചുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ തലേ ദിവസം അറക്കാനുള്ള മൃഗങ്ങൾക്കൊക്കെ നല്ല മാലിട്ട് കൊടുത്തിട്ട് വീട്ടുകാർ മൊത്തം അവിടെ, പിന്നെ ഓരോ വീട്ടിലും അറവാണല്ലോ, ഓരോ വീട്ടിലും അറവാണ്. ബാപ്പി മക്കളും ഇറക്കണത്. അറവുകാരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു അറവും കാര്യങ്ങളൊന്നും അവിടെ വീടുകളിൽ കാണൂല. ഓരോ വീട്ടിന്റെ ഉമ്മരത്ത് ഓരോ ഗ്രാമങ്ങളിൽ ആരാണ് എല്ലാവരും കൂടിയാണ്. ആ വീട്ടിലൊക്കെ തന്നെ അതിനാവശ്യമായ ആയുധങ്ങൾ, സജ്ജീകരണങ്ങൾ, ആ പ്രൗഢിയോടുകൂടെയാണ് അക്കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടും. അപ്പൊ ആ മൃഗത്തെ അവര് മാലയിട്ട്, എന്നിട്ട് യൗമുൻ നഹറിന്റെ ബലി ദിവസത്തിന്റെ, നമ്മൾ പെരുന്നാളിനെ പറ്റി പറയുന്നത് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളല്ല, ബലി പെരുന്നാൾ. അന്ന് ബലി അറുക്കുന്ന പെരുന്നാളാണ്. ആ ബലി ദിനത്തിന്റെ അന്ന് സുബഹിക്ക് മുമ്പ് തന്നെ അവർക്കൊക്കെ താലാവുണ്ടാകും, ചെറിയ ചെറിയ കുളങ്ങളുണ്ടാകും. ആ കുളത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി കുട്ടികളും മക്കളൊക്കെ കൂടിയിട്ട് ഇവരെ പ്രൗഢിയോടുകൂടിയാണ്. അതുവരെ നമ്മളെ കൂടെ സഹയാത്രികനായി ആകെയുള്ളതായാണ്. ദുഃഖമാണ്, വേദന ലഹരി പിടിക്കും വേദന. ഞാനിതിൽ മുഴുകട്ടെ. പേരൊക്കെ വിളിച്ച്, ഷെയർ ഹോൾഡേഴ്സിന്റെ പേരൊക്കെ വിളിച്ച് വളരെ മനോഹരമായ ഒരു ബലിയറുക്കൽ. നിങ്ങളെ ഉദഹിയത്തെ മൃഗങ്ങളെ നിങ്ങൾ ആദരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അന്ന് പറയാണ് അതിന്റെ ഗൗരവം. ഉദഹിയത്ത് അറുക്കാനുള്ള സാമ്പത്തിക ശേഷിയും ശേമുഷിയും നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് കിട്ടി, എന്നിട്ട് അയാള് ഉദഹിയത്തിൽ പങ്കാളിത്തം വഹിച്ചില്ല. അന്ന് മദീനത്തെ പരിശുദ്ധ റസൂൽ പറയാണ്, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പള്ളിയിലേക്ക് വരണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളിന്റെ ചടങ്ങ്, ഒരു കുടുംബത്തിന്റെ കൂടെ ഐക്യദാർഢ്യപ്പെടുന്നതിന്റെ പരിശുദ്ധ റബ്ബിന്റെ മുമ്പിലേക്ക് ഒരു പിതാവ് സമർപ്പിച്ചു പോയ രക്തഭംഗിതമാകുന്ന കഥയുടെ തന്റെ മകനെ ബലി കൊടുക്കേണ്ടതിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു മൃഗത്തെ കൈമാറി
അല്ലാഹു ഒരു പ്രവാചകൻ വിജയശ്രീരാളികൻ എന്റെ അടുത്ത കൂട്ടുകാരൻ എന്ന അവനെ പേരിട്ട് വിളിച്ചുപോയ പശ്ചാത്തലം, അങ്ങനെ ഒരു ചരിത്രം അതിന്റെ പിറകിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പിതാവിന്റെ വേദനയിൽ നിന്നാണ് അത്രേ ഒരു ചരിത്രം, ഒരു മില്ലത്തായി ആ പിതാവ് മാറുന്നത്. അതുകൊണ്ട് വേദന നമ്മളൊക്കെ മോട്ടിക്കേണ്ടതാണ്. വേദന പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, ജീവിതത്തിൽ എന്റെ ദുഃഖം ഒന്ന് നീങ്ങിക്കിട്ടാൻ എന്താണ് മാർഗം? അല്ലേ? ഇല്ല, ദുഃഖം നമ്മുടെ സഹയാത്രികനാണ്. ദുഃഖം നീങ്ങാൻ ഒരു ചികിത്സ ദുനിയാവിലില്ല. ദുഃഖം നീങ്ങും എപ്പറിയോ? മരണത്തോടു കൂടെ നീങ്ങും. സകല സങ്കടങ്ങളും വഴിമാറുന്നത് മരണത്തോടു കൂടെയാണ്. അതുവരെ നമ്മുടെ കൂടെ സഹയാത്രികനായി ആകെയുള്ളതാരാണ്? ദുഃഖമാണ്. വേദന ലഹരി പിടിക്കും. വേദന ഞാനിതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവം ഒഴുകട്ടെ. വേദനയിൽ നിന്നാണ് വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ലോകത്ത് വിജയം നേടിയ മുഴുവൻ ആളുകളെയും ചരിത്രം ഒന്ന് പഠിച്ചോളൂ. അതുകൊണ്ട് സാരി ഗ മ പ ദ നി എന്ന് പറയുന്ന സപ്തസ്വരങ്ങൾ ഒരു മനോഹരമായ പൂക്കുരലിൽ നിന്ന്, മണിവീണയിൽ നിന്ന് ഉതിർത്ത് പുറത്തേക്ക് പരന്നൊഴുകണമെങ്കിൽ അതിൻ്റെ ഹൃദയത്തിലാണ് 7 ദ്വാരങ്ങൾ തുളച്ചത്. ആ ഹൃദയത്തിൽ 7 മുറിവുള്ള ദ്വാരം വീണപ്പോഴാണ് സപ്തസ്വരങ്ങളുടെ സംഗീത സാന്ദ്രമായ ഒരു വെളിച്ചം ലോകത്ത് പരന്നത് എന്ന് പറയാറുണ്ട്. വേദന മനുഷ്യ സഹജമാണ്. ടെൻസ് എന്ന് പറയാറുണ്ട് കാലത്തെപ്പറ്റി. പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ടെൻഷൻ. ടെൻസ് എന്ന് പറഞ്ഞാൽ കാലമാണ്. കാലത്തിൻ്റെ കൂടപ്പിറപ്പാണ് ടെൻഷൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ കൂടെ ടെൻഷൻ ഉണ്ടാകും. അത് പിരിയണ എപ്പോഴാണ്? മരണത്തോടു കൂടെയാണ്. വേദനയും പരീക്ഷണവും നമ്മളെ ഉയിർക്കൊള്ളാൻ, ഉത്ഥാനത്തിലേക്ക് പോകാൻ പാകപ്പെടുത്തണം എന്ന് ഒരു ഹജ്ജ് നമ്മളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു നമ്മുടെ ഹാജമാരുടെ മുഴുവൻ ഹജ്ജും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ആക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ ചടങ്ങുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാക്കട്ടെ. നമ്മളെ കൂടി അവരുടെ ദുആയിൽ ഉൾപ്പെടുത്താനുള്ള ആ ഒരു തൗഫീഖും ആ ഒരു ഓർമ്മയും അള്ളാഹു അവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു മഖബൂലാക്കി കൊടുക്കട്ടെ. നമ്മുടെ മഹല്ല് സ്വദേശിനിയായ കാരാപ്പറമ്പിൽ നഫീസ എന്ന സഹോദരി വളരെ അടിയന്തരമായി കരള് തകരാറിലായി. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുകയാണ്. ആ പൊന്നു സഹോദരിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫണ്ട് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഇന്നും പ്രത്യക്ഷപ്പെടും. എല്ലാവരും അതിൻ്റെ ലിങ്കിൽ പോയി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഉറപ്പുവരുത്തി. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവൻ അപകടത്തിലാണ്. ആ സഹോദരിയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാവിധ മാർഗങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ആജിലായ ശിഫ ആ സഹോദരിക്ക് പ്രദാനം ചെയ്യട്ടെ. വിദേശത്തുള്ള മകൻ്റെ ജോലിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസ്ഥിരതയ്ക്ക് പരിഹാരമാകാൻ ദുആ ചെയ്യാൻ രക്ഷിതാവ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം സുസ്ഥിരമാക്കി കൊടുക്കട്ടെ, ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയുടെ അസുഖം ഭേദമാകാൻ ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാ വിഷമങ്ങളെയും ദൂരീകരിക്കട്ടെ. പൂർണ്ണ ശിഫയും ആയുരാരോഗ്യവും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടിയാജി സാഹിബ്, അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ഖനി എന്ന പേരുള്ള പിതാവിൻ്റെ 34ാം ആണ്ട് വരെയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ദർസിലെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഏറ്റിട്ടുണ്ട്. അള്ളാഹു അതിൻ്റെ പുണ്യം അദ്ദേഹത്തിൽ നിന്ന് ദിവംഗതനായി പോയ പിതാവിനും മാതാവിനും മകനും ഒന്നിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ഖബറിൽ അള്ളാഹു സന്തോഷവും സമാധാനവും വെളിച്ചവും നിറക്കട്ടെ. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമുക്കൊക്കെ പലവൊരു ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു സൗഭാഗ്യ സന്നിപാതം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ കാര്യങ്ങൾ റാഹത്താക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.